ഹലോ, അസ്സലാമലൈക്കും. പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട്. അതായത് ഈ പാറ്റേൺ പേപ്പറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അത് കറക്റ്റ് ഫിറ്റിംഗ് ആവുമോ, അതുപോലെ തന്നെ പേപ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് വെട്ടാൻ പറ്റുമോ, അപ്പോൾ എങ്ങനെയാണ് എന്താണ് ഒന്നും അറിയില്ല. ഒരുപാട് പേർക്ക് ഡൗട്ടുകളാണ്. കാരണം ശരിയാണ്, ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ സാധനം വാങ്ങുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചാൽ പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളാണ് ഓരോരുത്തർക്കും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ. നോർമൽ പേപ്പർ പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുണ്ട്, അതായത് വാട്ടർ പ്രൂഫ്. അത് ഒരുപാട് റേറ്റുമാണ്. അത് മാത്രമല്ല നമുക്കത് സെയിൽ ചെയ്യാനും പറ്റണില്ല. അതിൻ്റെ കാര്യങ്ങൾ, അതായത് ആ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ അതിനേക്കാൾ ഇരട്ടി റേറ്റിനാണ് എനിക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ഷീറ്റ് വാങ്ങുമ്പോൾ അത് നല്ലൊരു റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. കാരണം എത്രയും റേറ്റ് കൊടുത്തിട്ട് നിങ്ങളത് വാങ്ങുന്നത് ആ നേരം കൊണ്ട് ഞങ്ങൾക്കത് തയ്പ്പിച്ചൂടെ എന്നാണ് ചില കസ്റ്റമർ വിചാരിക്കുക. അതിപ്പോൾ സ്വാഭാവികമാണ്, ഞാനാണെങ്കിലും അങ്ങനെയാണ് വിചാരിക്കുക. ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മളിത് മേടിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ പേപ്പർ പാറ്റേൺ, സാധാ നോർമൽ പേപ്പർ പാറ്റേൺ, അതാണ് നമ്മളെ കയ്യിലുള്ളത് എന്ന് കരുതി തീരെ കനം കുറവ്, അതുപോലെ തന്നെ ഒരു പ്രാവശ്യമാണോ ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഒരുപാട് തവണ, അതായത് വെള്ളം നനയാതെ ഒരുപാട് തവണ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. നല്ല കനം കുറവുമല്ല, ഒത്തിരി കനത്തിലുള്ളതുമല്ല, എന്നാലും മീഡിയം ലെവലിലുള്ള ഒരു ചാർട്ട് പേപ്പർ പോലത്തെ ഒരു പാറ്റേൺ ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ വാട്ടർ പ്രൂഫ് വരുന്ന പാറ്റേൺ നമ്മളെ കയ്യിൽ നമുക്കത് താങ്ങൂല. കാരണം നിങ്ങൾക്ക് വാങ്ങാനും നിങ്ങൾക്കും താങ്ങൂല. നമുക്ക് ജസ്റ്റ് തുണിയിൽ വെച്ചൊന്ന് വരയ്ക്കുക, നമുക്ക് നമ്മുടെ അളവിലുള്ള ഒരു ഡ്രസ്സ് കിട്ടുക, അത്രയാണ് ഞാനും വിചാരിച്ചിട്ടുള്ളൂ, അത്രയാണ് നിങ്ങളും വിചാരിക്കേണ്ടുള്ളൂ. കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് നല്ലൊരു സാധനം, അത് വാട്ടർ പ്രൂഫ് വരുന്ന ആ ഒരു ഷീറ്റ് ആയിക്കോട്ടെ, അതാണെങ്കിലും അതെ നല്ല റേറ്റാണ്. അപ്പോൾ അത്രയും റേറ്റ് കൊടുത്തിട്ട് എനിക്കും വാങ്ങാൻ പറ്റില്ല, നിങ്ങൾക്കും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാ നോർമൽ പേപ്പർ, വെള്ളം നനയാണ്ട് തന്നെ നിങ്ങൾക്കത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വലിയ വലിയ ഷോപ്പുകൾക്കായിക്കോട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കസ്റ്റമർ എടുത്ത് പോണതും സ്ഥിരമായിട്ട് അവർ ഉപയോഗിച്ച് തയ്ച്ചിട്ട് നമുക്ക് ഇട്ട് തരുന്ന ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു പാറ്റേൺ പേപ്പർ തന്നെയാണ്. പിന്നെ ഇതിൽ തന്നെ വൈറ്റിലും നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ കളറിലും നമുക്ക് വരുന്നുണ്ട്, രണ്ട് കളറിലും നമുക്ക് വരുന്നുണ്ട്. പിന്നെ റേറ്റ് ഓവറാണെന്ന് ചിലവർ പറയുന്നുണ്ട്. കാരണം ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് എനിക്ക് വില വലിയ ഓവറായിട്ട് തോന്നണില്ല. അവരേക്കാൾ എന്തായാലും വില കുറച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതായത് ചുരിദാർ, പാൻറ്റ്, ടോപ്പ്, അതിന് വരുന്ന സ്ലീവ്, ഇതൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട്. ടോപ്പ് മാത്രമായിട്ടുണ്ട്, പിന്നെ അത് മാത്രമല്ല പാൻറ്റിൻ്റെത് മാത്രമായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതായിട്ട് സെറ്റായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും മറ്റുള്ള റേറ്റിനേക്കാൾ അപേക്ഷിച്ച് കുറച്ച് കുറവിലാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത്രയും റേറ്റ് ഇടാൻ കാരണം എനിക്ക് തയ്യൽ പടിഞ്ഞ് വരുന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ വെട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഒട്ടും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കട്ടിങ് മാസ്റ്ററെ കൊണ്ടാണ് ഇത് കട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത്ര ഫിനിഷിങ്ങിലും അത്ര നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലും സാധനം കിട്ടുക. അപ്പോൾ നമ്മൾ പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈ പാറ്റേൺ വാങ്ങിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്കറിയാവുന്ന കാര്യം നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ഒട്ടും തയ്യൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ പേപ്പർ മേടിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ മുകളിൽ വെക്കുക, നമ്മൾ വരക്കുക, കട്ട് ചെയ്യുക. തയ്യൽ തുമ്പടക്കം നമ്മളതിൽ അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പാറ്റേൺ പേപ്പർ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത്. തയ്യൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. എനിക്കും അതെ, ഇതുപോലെ ഒരുപാട് ഇഷ്ടമാണ് തയ്യൽ. നമ്മൾ എന്തെങ്കിലും ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു വേസ്റ്റ് പോലും വരുത്താതെ ആ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ അതുകൊണ്ട് ബോ പോലും ഉണ്ടാക്കും. അത്രയും
ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് എനിക്കിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ തയ്യൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ മേടിച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്നുകിൽ XXL അല്ലെങ്കിൽ XXL അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പാറ്റേൺ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ ചുരിദാർ കട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തന്നെ തയ്ച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തയ്ച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. ഒരു വട്ടം ഒരു പാറ്റേൺ പേപ്പർ മേടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് തവണ യൂസ് ആക്കാം. കാരണം നമ്മൾ ഇതിൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ പേപ്പർ തരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ കംപ്ലീറ്റ് പൈസ എനിക്കല്ല, നമ്മളിവിടെ കട്ട് ചെയ്യാൻ കൊടുക്കണതിന് അതിനൊരു ചാർജ് ഉണ്ട്. അപ്പോൾ ആ പൈസ അവർക്കും കൊടുക്കും. ബാക്കിയുള്ള കാശിൽ നമുക്ക് മെറ്റീരിയൽസ് ഇറക്കണം. അതിൽ തുച്ഛമായൊരു ലാഭമാണ് എനിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈലറിങ് ഒട്ടും അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടോപ്പ്, ചുരിദാർ, അതുപോലെ തന്നെ പാൻറ്റ് എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസിൽ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കണില്ല. ഇതിലെങ്ങനെ വെച്ചിട്ട് വരക്കും എന്നതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം നമ്മൾ പാറ്റേൺ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കയറിയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് പാറ്റേൺ പേപ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും. തയ്യൽ ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ചെങ്കിൽ തയ്ക്കാനുള്ള വസ്ത്രങ്ങൾ കൃത്യമായ അളവിൽ തെറ്റുകൂടാതെ കട്ട് ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉദ്ദേശം ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുമ്പോൾ അത് കേടാകുമോ, അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ ഒരു ഭയം ഉണ്ടാവും. അപ്പോൾ അതിൽ സമയനഷ്ടം അങ്ങനെയുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ പേപ്പറാണ് ഏറ്റവും നല്ലത്. നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അളവെടുക്കണം, അതിനുള്ള സമയം അത് പോകും. അപ്പോൾ അതൊന്നും വേണ്ട. ഈ ഒരു പാറ്റേൺ പേപ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വസ്ത്രങ്ങൾ കട്ട് ചെയ്ത് തയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും റെഡിമെയ്ഡ് പാറ്റേണുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ ഡൗട്ടുകളായിട്ട് സംശയങ്ങൾ അയച്ചിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഓർഡർ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തത്. ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ പേപ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചുരിദാറിൻ്റെ സെറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ പാറ്റേൺ പേപ്പർ, അതുപോലെ തന്നെ ടോപ്പിൻ്റെ പാറ്റേൺ പേപ്പർ കിട്ടും, പാൻറ്റിൻ്റെ കിട്ടും, പിന്നെ സ്ലീവ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആ കൂട്ടത്തിൽ 2 കഴുത്തും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ക്യാൻവാസിൽ വെട്ടി വെച്ച കഴുത്തും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് കഴുത്ത് വേണം എന്നുള്ളവർക്ക് നമ്മൾ പൈസക്കും നമ്മൾ കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾ നമ്മളോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ സൈസും നമ്മളോട് പറയുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സൈസിനനുസരിച്ചിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് പോസ്റ്റ് ഓഫീസ് വഴി ഇവിടുന്ന് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ പേപ്പർ മേടിച്ചിട്ട് സ്വന്തം അളവിൽ നമുക്ക് ഡ്രസ്സുകൾ തയ്ച്ച് നമുക്കൊരു വരുമാന മാർഗമാക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാറ്റേൺ പേപ്പർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.